നമസ്കാരം. ഈ വരുന്ന IPL റൂൾസിൽ ചില സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് BCCI വരുത്തിയിട്ടുണ്ട്. ഇന്ന് മുംബൈയിൽ നടന്ന മീറ്റിങ്ങിലാണ് ക്യാപ്റ്റൻസും റഫറീസും ഒഫീഷ്യൽസും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ റൂൾസിൽ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബോൾ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സലൈവ യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂളാണ്. ഈ വരുന്ന IPL ബോളേഴ്സിന് ബോൾ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സലൈവ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ റൂള്. അതായത് നമ്മൾ ഈ കോവിഡ് പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട് സലൈവ യൂസ് ചെയ്യുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ICC തന്നെ. ഇപ്പോൾ ഈ IPL BCCI ആ ഒരു വിലക്ക് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുഹമ്മദ് ഷമിയൊക്കെ ഇതിന് മുമ്പ് ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതായത് ബോളേഴ്സിന് അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല, അതായത് ഷൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സലൈവ യൂസ് ചെയ്ത് ഷൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്വിങ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ റിവേഴ്സിങ്ങും ഒക്കെ ബോളേഴ്സിന് കിട്ടുമെന്നുള്ള രീതിയിൽ മുഹമ്മദ് ഷമി മാത്രമല്ല, ലോകത്ത് പല ബോളേഴ്സും ഇതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു പല പ്രാവശ്യം. അപ്പോൾ ഈ വരുന്ന IPL എന്തായാലും ഈ ഒരു സലൈവ യൂസ് ചെയ്യാന്നുള്ള റൂള് തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ വിയർപ്പ് കൊണ്ട് ഇത് ബോൾ ഷൈൻ ചെയ്യുന്നതിനെക്കാട്ടി ബെറ്ററായിട്ട് ബോളേഴ്സിന് ഇത് സലൈവ കുറച്ചും കൂടെ തിക്കായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഷൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റിവേഴ്സിങ് പോലുള്ള കാര്യങ്ങളിലും ബോളേഴ്സിന് ഈ ഒരു റൂള് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ റൂള് ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്കൻഡ് ബോൾ എന്ന് പറഞ്ഞ റൂളാണ്. അതായത് ഡ്യൂ എഫക്റ്റ് ചെയ്യുന്ന മാച്ചുകളിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ബോൾ ചെയ്യുന്ന ടീമിന് വേണമെന്നുണ്ടെങ്കിൽ 11ാമത്തെ ഓവർ തൊട്ട് പുതിയൊരു ബോൾ യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ റൂൾ പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പല മാച്ചുകളിലും ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരുപാട് അഡ്വാൻറ്റേജ് കിട്ടുകയും അതുപോലെ തന്നെ സെക്കൻഡ് ബോൾ ചെയ്യുന്ന ടീമിന് ഡിസഡ്വാൻറ്റേജ് ആവുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും IPL കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു റൂൾ വരുന്നതോടുകൂടി അതിനെ കുറച്ചൊക്കെ ഒന്ന് മാറ്റാനും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 11ാമത്തെ ഓവറിൽ ന്യൂ ബോൾ എന്ന് പറയുമ്പോൾ ഒരു പുതിയ ബോളല്ല, വേറെ ടയറുള്ള യൂസ് ചെയ്ത ബോൾ തന്നെയാണ്. പക്ഷേ ഡ്രൈ ആയിട്ട് ഈ ഡ്യൂ കാരണം നനയാത്ത ഡ്രൈ ആയിട്ടുള്ളൊരു ബോൾ 11ാമത്തെ ഓവർ മുതൽ ഈ ബോളേഴ്സിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു 2-3 ഓവർ പേസ് ബോളേഴ്സിനും അതുപോലെ തന്നെ അതിനുശേഷം സ്പിന്നേഴ്സിനും കുറച്ചും കൂടെ കൺട്രോളിൽ ബോൾ ചെയ്യുന്നതിനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബോൾ ചെയ്യുന്ന ഈ ടോസ് വലിയൊരു ഫാക്ടറായിട്ട് വരത്തില്ല. ടോസിൻ്റെ ഈ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് സംഭവം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു തീരുമാനം കൊണ്ട് സാധിക്കുമെന്നാണ് കരുതുന്നത്. മൂന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ വൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂളാണ്. അതായത് വൈഡ് ഓഫ് സൈഡിന് വെളിയിലോ അല്ലെങ്കിൽ ഹൈറ്റിലോ വൈഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ബോളിംഗ് ടീമിനോ അല്ലെങ്കിൽ ബാറ്റിംഗ് ടീമിലോ അത് റിവ്യൂ ചെയ്യാനായിട്ട് DRS യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ റൂൾ പറയുന്നത്. അപ്പോൾ IPL നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും ഡെത്ത് ഓവറിൽ ബോളേഴ്സ് ഓഫ് സൈഡിന് വെളിയിൽ ലൈനിലേക്ക് എറിഞ്ഞ് ബോൾ പെട്ടെന്ന് ഡോട്ടാക്കാനുള്ള ശ്രമം. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു വ്യത്യാസത്തിൻ്റെ പേരിൽ വൈഡ് ആവാനോ അല്ലെങ്കിൽ വൈഡ് അല്ലാതാവാനോ ഒക്കെ അമ്പയറിൻ്റെ കോള് സാധ്യതയുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ബോളിംഗ് ടീമിനോ ബാറ്റിംഗ് ടീമിനോ അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ഒക്കെ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ഈ ഒരു DRS യൂസ് ചെയ്യാനുള്ളൊരു റൂള് കൊണ്ടുവരുന്നതോടുകൂടി അത് ഒന്നുകൂടെ ഇപ്പം ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമിലാണ്, ഡെത്ത് ഓവേഴ്സിലാണ്, ഒരു മാച്ച് ജയിക്കാൻ പോകുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് ടീമിനോ അല്ലെങ്കിൽ ബോളിംഗ് ടീമിനോ അത് റിവ്യൂ ചെയ്തിട്ട് ആ ഡിസിഷൻ പുനഃപരിശോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു റൂളാണ്. ഈ റൂള് അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ കാര്യത്തിലും ബാധകമാണ്. ഓഫ് സൈഡിൽ മാത്രമല്ല, ഹൈറ്റിൻ്റെ കാര്യത്തിലും വൈഡിൻ്റെ കാര്യത്തിലും വേണമെന്നുണ്ടെങ്കിൽ ബാറ്റ്സ്മാനോ അല്ലെങ്കിൽ ബോളേഴ്സിനോ അത് റിവ്യൂ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ റൂൾ കൊടുക്കുന്നുണ്ട്. ഇനി നാലാമത്തെ റൂൾ ഓൾറെഡി നമുക്കറിയാവുന്നതാണ്, അതായത് ഇമ്പാക്ട് സബ്ബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾ. അത് ഓൾറെഡി BCCI പറഞ്ഞിട്ടുള്ളതാണ് 2027 വരെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് 2027 വരെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഈ റൂൾ പറയുന്നത്. ചില ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒക്കെ ഇതിനെതിരെ സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്, വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ. അപ്പോൾ ചില ക്യാപ്റ്റന്മാർ അത് കൺസേൺ ആയിട്ട് ഉയർത്തിയിരുന്നെങ്കിൽ കൂടുതൽ പേർക്കും അത് ഓക്കെ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഈ പുതിയ ഒരുപാട് പ്ലേയേഴ്സിന് കളിക്കാനുള്ള അവസരം കിട്ടുന്നതുകൊണ്ടും അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് 2027 വരെ ഈ ഇമ്പാക്ട് സബ് എന്ന് പറഞ്ഞ റൂള് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ ഇതൊക്കെയാണ് ക്യാപ്റ്റന്മാർ, റഫറീസും ഒഫീഷ്യൽസും ഒക്കെ ആയിട്ട് മുംബൈയിൽ ചേർന്ന മീറ്റിങ്ങിൽ റൂൾസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചേഞ്ചസ്. അപ്പോൾ IPL ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസിൽ വീണ്ടും കാണുന്നവരെ